സൂപ്പർ പ്രഭുദേവ തോറ്റു. ഡാൻസ് അതിലിവിടെ ആര് ഡാൻസ് ഉണ്ട്? ആ എങ്ങനെ കാണാനാ? ആദ്യം മുടിയെടുത്ത് പുറയിലേക്ക് ഇട്, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അത് വളരെ ശരിയാണ്. അതെന്താ ഉദ്ദേശം? എന്തുവാ എന്താ ഉദ്ദേശം? ഈ പാട്ട് കേരളത്തിൽ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞിരുന്നത്, പിന്നെ എന്താ ഡൽഹി വന്നിരിക്കണേ? എന്റെ ഒരു കുഞ്ഞുനാളത്തെ ആഗ്രഹമായിരുന്നു താജ്മഹൽ ഒന്ന് കാണണമെന്ന്. ഈ കേരളത്തിൽ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് താജ്മഹൽ കാണാൻ പറ്റുമോ? എനിക്ക് താജ്മഹൽ കാണുകയും ചെയ്യാം, നമുക്ക് ഷൂട്ടും ചെയ്യാം. ആ ഉഗ്രം ബുദ്ധി. അപ്പൊ അടുത്ത ലൊക്കേഷൻ എവിടെയാ? അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്ക. പിന്നെ സാറേ, ഇത് ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്, പിന്നെ എന്താ അമേരിക്ക പോണേ? എനിക്ക് അമേരിക്ക കാണണ്ടേ? എടോ എന്റെ കുഞ്ഞുനാളത്തിലെ ആഗ്രഹമാണോ അമേരിക്ക ഒന്ന് കാണണമെന്ന്. പ്രൊഡ്യൂസറെ ചെലവില് അങ്ങോട്ട് പോക്ക്. ഓക്കെ, ഇങ്ങോട്ട്. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നില്ലെന്ന് വേണ്ട. ഇതെല്ലാം നമ്മൾ കാണുന്നു. വൈകിട്ട് നമ്മൾ റൂം എടുക്കുന്നു, നമ്മൾ ഹണിമൂൺ ആഘോഷിക്കും. ഈ നേരത്തെ ഒരു പബ്സ് വാങ്ങിച്ചെന്ന് എന്നെ കണ്ണു കാണിച്ചപ്പോഴേ തോന്നി എന്നെ ട്യൂൺ ചെയ്യാൻ നോക്കണ. എന്റെ ഭാര്യ എന്താ ചിഞ്ചു എന്താടാ? ഒന്നാം 4 ദിവസമായുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇത് താജ്മഹൽ തന്നെ. നമ്മൾ കേരളത്തിൽ നിന്നാണോ വന്നാ? ഇത് വേറെ രാജ്യമാണ്. പെണ്ണ് കൈവിട്ടുപോയി. രാജ്യോ? എവിടെ നിന്റെ പെണ്ണുപിള്ള? ചിഞ്ചു എവിടെ? നീ ഇത് എവിടെ പോയി കിടക്കും? ഞാൻ എവിടെല്ലാം തിരക്കുന്നറിയോ? ചേട്ടനും വിഷമിച്ചു പോയി. ചേട്ടാ ഞാൻ പാനിപ്പൂരി കഴിക്കാൻ പോയതാ. ചേട്ടാ പിന്നെ ആ പാനിപ്പൂരി വെക്കുന്ന ചേട്ടനുണ്ടല്ലോ, വെളുത്ത് തുടുത്ത് നല്ല ചൊമാന്നിരുന്ന നമ്മള് ഹിന്ദി നടന്മാരില്ലേ, അതുപോലെ ഉണ്ട് ചേട്ടാ. ആ താലി എടുത്ത് വെളിയിട്ട്, ആ താലി എടുത്ത് വെളിയിടാൻ. എന്തോ എടുത്തിട്. ഈ ഇതെന്റെ കുങ്കുമ ഇച്ചിരി കൂടെ വലുതാക്കണ്ടായിരുന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. അതെ 10 പേര് പറയണം എന്റെ ഭാര്യയാണെന്ന്. എനിക്കും അതാണ് വേണ്ടത്. അങ്ങോട്ട് നമ്മുടെ ഹണിമൂണിന് എന്നെ വന്നത് ആണോ? ഇയാളെ കൊണ്ട് എന്തിനു വന്നു? ഇയാളെ കൊണ്ട് നീ എന്തുവാടി പറയുന്നത്? നമ്മുടെ കല്യാണം നടത്തി തന്ന അവനല്ലേ? 50,000 രൂപ കടമായിട്ട് തന്നില്ലേ? ഇതൊക്കെ അവനോട് മറക്കാൻ പറ്റുമോ? ഓ ശരി, അയാൾ അവിടെ നിക്കട്ടെ. നിങ്ങൾ അമ്മാവൻ എന്തിനു കൊണ്ടുവന്നു? അമ്മാവന് ഹിന്ദി അറിയാമല്ലോ. വലിയ നാട്ടിൽ വന്ന് നമ്മള് പെട്ടുപോകത്തില്ലേടി? എനിക്കും കുറച്ചൊക്കെ ഹിന്ദി അറിയാം. നിനക്ക് കുറച്ചല്ലേ അറിയത്തുള്ളു. മാമന് ഹിന്ദി വിഭൂഷണാ പുള്ളി. मैं कुछ हिंदी में बोलता हूँ. हिंदी मगर ट्रांसपोर्ट करना हिंदी. मैंने पढ़ा क्या हिंदी? मैं कहता नहीं बोला. मामा गुड़ी मेरा पत्नी का सारी निकाला. മാമ ആ പുള്ളിന്തിരി മാമ തല്ലിട്ട് പോയേ. അവിടെ പഞ്ചാബികളെ യോഗ ക്ലാസ് നടക്കുമായിരുന്നു. അപ്പൊ ഞാനും അവിടെ പോയി വെറുതെ ഒന്നിരുന്നു. ആ സമയത്ത് അവിടെ ഒരു പഞ്ചാബി സ്ത്രീ പറഞ്ഞു സാരി ലോകം ഊടോന്നു. ഞാൻ വിചാരിച്ച എന്നാന്നറിയോ, സാരി ഉടുപ്പിച്ചു കൊടുക്കാനായിരിക്കും. ആ സാരി ഞാൻ ഉടുപ്പിച്ചു കൊടുത്തു. അതിനാളെന്നെ തല്ലിട്ട് ചോദിച്ചിട്ടുള്ളൂ. എവിടെ പോകുന്നു? പിന്നെ മാമനെ തല്ലി കഴിഞ്ഞാ എന്നെ എടുത്തു വളർത്തിയ മനുഷ്യനാണ് പുള്ളി. അയ്യോ സാരി ലോകം ഊടോന്ന് വെച്ചാ എന്താ? സാരി ഉടുപ്പിക്കാനല്ല, അവിടെ എണീറ്റ് പോവാൻ. എണീറ്റ് പോവാൻ. മാമന് ഹിന്ദി അറിയത്തില്ലേ? മാമ എനിക്ക് ഹിന്ദി അറിയാമല്ലോ. ഹിന്ദി അറിയാം. ഹിന്ദി അറിയത്തില്ല. ചേട്ടാ നമ്മൾ ഹണിമൂണിന് വന്നതല്ലേ? അല്ലേ? അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കണം. ഇവരെ കൊണ്ട് എങ്ങനെ അടിച്ചു പൊളിക്കും? അതെന്താ അവരെ പറഞ്ഞു വിടാൻ പറ്റും? അവരെ പറഞ്ഞു വിടണം. മാമ അതൊക്കെ ഒന്ന് പോയി കാണ്. ഏത് അതൊക്കെ ഒന്ന് പോയി കാണ്. ഷാജഹാന്റെ കൂട്ടുകാരെല്ലാം കൂടെ വന്ന് നമ്മള് തല്ലിക്കൊല്ലൂടെ. അങ്ങോട്ടങ്ങനെ പോടാ. അങ്ങനെ പോ. അങ്ങോട്ട് പോയി പോ. എല്ലാം കാണ്. ഹിന്ദിക്കാരെ നോക്കല്ലേ മോളെ. വേണ്ട 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 വേണ്ടെന്ന് മാമ ഒന്ന് വാങ്ങിച്ചു വെച്ചോ. വേണ്ട വേണ്ട നീര നേരത്തെ കിട്ടിയല്ലോ. വേണ്ട. അല്ല അച്ഛനാകാൻ പോകുന്നുള്ളൂ. ഹണിമൂൺ കഴിഞ്ഞിട്ട് അച്ഛനാകത്തുള്ളൂ. അച്ഛൻ സുന്ദർ. എന്റെ അച്ഛൻ സുന്ദരനല്ല, എന്റെ അച്ഛൻ സദാശിവൻ. അച്ഛാ സുന്ദർ അങ്ങനൊന്നും സോപ്പിട്ട മയങ്ങുന്നവരല്ലടാ മലയാളികള്. സുന്ദർ 50 റുപ്പീസ്. അല്ലടാ എനിക്കിത് വേണ്ട. ഇത് ഞങ്ങളെ കേരളത്തിൽ കിട്ടും. 50. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? കേരള ഉത്സവം. ഡാൻസ് ആ ഡാൻസ് ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലത്ത് കിട്ടും. ഇതുകൊണ്ട് ട്രെയിനകത്ത് പോയി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. 50 റുപ്പീസ്. ഇതൊക്കെ പറഞ്ഞ ആരോ മനസ്സിലാക്കാന് പൈസ ഞാൻ തരാം. എന്നാ വെച്ചോ എന്റെ വൈഫിന് എന്റെ വൈഫിന് പോടാ. എവിടെ വെച്ചപ്പോ മോളൂട്ടി പേടിക്കണ്ട.
ഇതെവിടുന്നാ ഏട്ടാ? ആ ഹിന്ദിക്കാരി തന്നാ. എനിക്കും വേണം. 250 രൂപ ആസ്തി ഉണ്ട് നിന്റെ ഭർത്താവ് സുനിലിന്. നീ മേടിച്ച ബാക്കി അതിൽ കൂടുതലാകുമ്പോൾ മാത്രം എനിക്ക് ഇച്ചിരി സമയം തരണം. നല്ല സ്നേഹമുള്ള ഹിന്ദിക്കാരിയായിട്ട് നല്ല സ്നേഹിക്കാൻ അതുകൊണ്ട് പെണ്ണുമ്പിള്ളാണെങ്കിൽ ചെന്ന് പിടിച്ചോ. നിനക്ക് ആരെ കിട്ടിയാലും തരണോടാ. ഹിന്ദിക്കാർ കാണാതെ ഇഷ്ടമാണ്. അവന്റെ മുഖം കാണുമ്പോഴേ എനിക്ക് കൊള്ളാം കേട്ടോ. പെണ്ണുള്ള കേട്ടാ നമ്മൾ തമ്മിൽ നല്ല ചേർത്തല്ലേ. നീ അവൻ ചേർന്ന് നിന്ന് പിന്നെ എന്തിനാ നമ്മളെ ജീവിതത്തിൽ ഈ കിണ വന്ന് കയറിയത്? മിണ്ടായിരിക്കും, അവര് കേക്കും. ഹിന്ദി നമ്മളെ മലയാളത്തിൽ പറയണം. അവൻ എങ്ങനെ മനസ്സിലായി? അമ്മ ചേച്ചി പൊക്കി പറയണത്. അതെ അതെ. നീ ഹണിമൂണിന് വന്നേ നീ. അതെ. നിനക്ക് വേറെ ജോലിയുള്ള ഇതുപോലുള്ള സാധനങ്ങളെ കൊണ്ടുവരാൻ ആസ്വദിക്കണമെങ്കിൽ നീയും ഭാര്യയും മാത്രം വരണം. ഡൽഹിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കറങ്ങാം. ആ തീവന്മാരെ പറഞ്ഞ് വീട്ടിലായ അല്ല പിന്നെ രാഷ്യം വരൂലേ. അതൊക്കെ അവര് മലയാളം പറയണോ? എന്റെ മുഖം നീരടിച്ചപ്പോ മനസ്സിലായാലുള്ള പട്ടി അവന് മലയാളം അറിയാന്ന്. അപ്പൊ നീക്ക് ഉടായ്പാണല്ലടാ. ഹിന്ദിക്കാരുടെ വേഷം കെട്ടി പാട്ട് പാടി മലയാളിയുടെ പൈസ മേടിക്കാൻ ഇറങ്ങിയേക്കല്ലോ. വായ്പ കാണിച്ചെന്നാണ് പറയണത്. ഈ സാധനവും കൊണ്ട് നമുക്ക് കേരളത്തിൽ ഒരു ജംഗ്ഷനിൽ പോകാൻ പറ്റൂല. അവിടെയല്ല ഹിന്ദിക്കാരന്മാരല്ലേ വിൽക്കണത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ സാധനങ്ങൾ എടുത്തോണ്ട് ഹിന്ദിക്കാരന്മാരോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ വന്ന് അവന്മാരെ കവലയിൽ നമ്മൾ കച്ചവടം ചെയ്യും. നിനക്കൊക്കെ ഭാഷ വിഷയമല്ലേടാ? ഭാഷ എന്നൊരു വിഷയമേ അല്ല. ഇപ്പൊ മലയാളികൾ വരണമെങ്കിൽ മലയാളി പാട്ടങ്ങ് പാടണം, തമിഴന്മാരാണെങ്കിൽ തമിഴ് പാട്ട് പാടണം, പഞ്ചാബി ആണെങ്കിൽ പഞ്ചാബി പാട്ട് പാടണം, ബംഗാളികൾ വരണമെങ്കിൽ മലയാളം പാട്ട് പാടണം. ബംഗാളി വരുമ്പോ ബംഗാളി പാട്ടല്ലേ പാടണ്ടേ? ഇപ്പൊ ഏത് ബംഗാളിക്കടാ ബംഗാളി ഭാഷ അറിയാന്നുള്ള? എല്ലാ മലയാളം അറിയാവൂ. അത്രയേ ഉള്ളൂ. ഈ പാട്ടെല്ലാം പാടിയിട്ട് ഒരു പൈസ തന്നില്ലെങ്കിലോ? പാട്ട് മാത്രമല്ല, അല്ല പൂരപ്പാട്ട് പാടാനും എനിക്കറിയാം. അതിനേക്കാൾ എക്സ്പെർട്ട് ആണ് എന്റെ ഭാര്യ. മലയാളത്തിൽ പറയണേ. ഒരു കൈപ്പറിൽ തന്നെ കേട്ടോ. ഇവരെയൊക്കെ പറഞ്ഞു വിടാൻ പറ്റുമോ? ഇങ്ങോട്ട് വന്നിരിക്കും. എന്തോന്ന് ഇവരെയൊക്കെ പറഞ്ഞു വിടാൻ പറ്റുമോന്ന്? അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റും. ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. നീ സമ്മാനപ്പെടും. മാമ, ഞങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാനാണല്ലോ മാമ വന്നത്. ഈ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കുണ്ടെങ്കിലല്ലേ ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റും. മാമന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മാമ? ഹണിമൂൺ നീ അവള് കേട്ടല്ലേ ആഘോഷിക്കുന്നത്? അതെ. അതിന് മാമന്റെ ഷർട്ട് എന്തിനാണ് ഊരുന്നത്? അല്ല, ഞാൻ ആ പറഞ്ഞ ഫ്ലോയിൽ അങ്ങ് ഊരിയതാ. നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. അതെ. നിനക്ക് ഹണിമൂൺ ആഘോഷിക്കണം. അതെ. ഞങ്ങൾ മാറി തരണം. അതെ. ഓക്കെ, ഹണിമൂൺ നടക്കട്ടെ. ആയിക്കോട്ടെ. മാമൻ പോയി. ആ മിഥുനത്തിലെ ഇന്നസെന്റിനെ കൂടെ അങ്ങ് പറഞ്ഞു വിടും. ഇതിനെല്ലാം കൂടെ എത്ര തൂണുണ്ടെന്ന് എണ്ണീറ്റ് വാ. 2080 ഞാൻ എണ്ണി. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം കൂടെ എത്ര ജെല്ലും വാതിലുണ്ടെന്ന് എണ്ണ. 438 എണ്ണി തരാ. എനിക്ക് വേറെ ജോലി. ഒരു കാര്യം ചെയ്യും, ഇതിന്റെ പുറകില് അച്ചൻകോവിലാറ് ഒഴുകുന്നുണ്ട്. അല്ല, പമ്പയാറ്. ഏതാടി? യമുന. ആ, യമുന നദി ഒഴുകുന്നുണ്ട്. അവിടെ പോയി കുറച്ച് നേരം കാണാൻ എന്തെങ്കിലും. അവിടെ ഒന്നും ഒന്നുമില്ലടേ. നദിയിലൊക്കെ എന്തോന്നിരിക്കുന്നു. അത് ശരിയാടാ, പണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ. ഇപ്പൊ അവിടെ ഒന്നുമില്ല. ഈ ഹിന്ദിക്കാരി പെണ്ണുങ്ങള് തുണിയും മണിയില്ലാതെ വന്ന് കുളിച്ച് നാശമാക്കി ആ ഭാഗത്തായിട്ട് വരും. ഇതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത്രയും ലാഗടിക്കുന്ന വരത്തില്ലായിരുന്നു. ചേട്ടാ, ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രം. പുറകില് താജ്മഹൽ, എന്റെ മുന്താസ്, എന്റെ ഷാജി. എന്റെ മുന്ത, എന്റെ ഷാ, എന്റെ എടി നോയിക്കൊണ്ടിരിക്കാതെ ഇതൊക്കെ എടുത്തോണ്ട് വിക്കടി. കൊണ്ടുപോ. വേണ്ട മക്കളെ, ഞങ്ങള് വേറെ മൂടില്ല. നിനക്ക് നാണമില്ല സ്വന്തം ഭാര്യ വേറെ ആളെ കൊടുവിടാൻ? നിനക്ക് പറഞ്ഞു കൂടാ നാണോ ഇല്ലടാ? മലയാളികളെ നാണം കെടുത്താൻ വന്നിരിക്കണ പോയി. അളിയാ, വല്ല നടക്കണേക്ക് മലയാളികൾ വേണം. എന്താ പ്രശ്നം? എന്തുവാ ഇതെന്താന്ന് പറഞ്ഞാ ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്ന്? അത്ഭുത
അതിനകത്ത് ചോരളിയാ. ആ വെള്ളം വീണോണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു മേശരിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ? ഒരു കട്ടയെടുത്ത് വെച്ചാൽ അതങ്ങ് ഫില്ല് ചെയ്തു. ഒരു തുള്ളി വെള്ളം വീണില്ല. താജ്മഹലിന്റെ ചരിത്രത്തിന് നീ അടച്ചാടാ. അയ്യോ, കാലത്ത് 12 കോടി ഉണ്ടാക്കിയെടുത്ത ഹോളാണത്. അതുവഴി വെള്ളം വരാൻ വേണ്ടി അതിനെ വെറും 12 രൂപ ഹോളോ ബ്രിക്സ് വെച്ച് നീ അടച്ചേടാ. വിഷയാവും. ഇവിടെ കലാപം നടക്കും. എന്തെങ്കിലും നിന്നെ അന്വേഷിച്ച് വന്നേണ്. കൊണ്ടുവരരുത്. ആരാ ഇവനാ പ്രശ്നമായത്. ആരും ചെയ്യുന്ന കാര്യമാണോ നീ ചെയ്തത്? ഇറങ്ങാൻ പറ്റി. താജ്മഹലിന്റെ ചരിത്രം ഓളം സൃഷ്ടി വെച്ച് അടച്ചവനെ ഇറങ്ങാൻ പറ്റി. മാമ ഇവര് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അവന്റെ ഇത്തിരി പൈസ കടം മേടിച്ചെന്ന് പറഞ്ഞ് എന്തിനാണ് അവനെയൊക്കെ കൊണ്ടുവന്നേ? സോറി മാമ, സോറി, പറ്റിപ്പോയി. നമ്മൾ കുടുംബക്കാര് മാത്രം മതി കേട്ടോ. മാമ നമുക്ക് ഇതൊക്കെ നാളെ ഇനിയും കാണാം. നമുക്ക് റൂം എടുക്കാം. എന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ട്, ഹിന്ദി സിനിമയൊക്കെ കണ്ടിട്ട്. എനിക്ക് AC റൂം വേണേ. ഓക്കെ, ശരി ശരി, പോയി എടുത്തോട്ട് പാടി 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 പാടി. പൈസ റൂം എടുക്കാനുള്ള കാശാ. മാമന്റെ ബാഗിനകത്തില്ലേ? അതൊരു അബദ്ധം പറ്റി. എന്താണ്? ഞാൻ ട്രെയിനകത്ത് ഇങ്ങോട്ട് വന്നപ്പോ 2 അടിച്ചിട്ടാണല്ലോ വന്നത്. ഉറക്കത്തെ സ്വപ്നം കണ്ടു ഞാൻ ബാഗ് എടുത്ത് അലമാരി വെക്കുന്നതായിട്ട്. അങ്ങനെ ട്രെയിനിന്റെ ഷട്ടർ തുറന്ന് ഈ ബാഗ് എടുത്ത് ഞാൻ വെളിയിലോട്ട് ഇട്ടു. പറയാൻ പറ്റത്തില്ലായിരുന്നു ഇയാൾക്ക്. അന്നേരം പറഞ്ഞ നീ എന്നെ തല്ലുവേലേ, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞേ. എന്നാ ഞാൻ വിശക്കുന്ന നിന്റെ വേറെ ചില്ലറ വല്ലതും ഉണ്ടോ? അയൽക്കൂട്ടത്തിന്റെ പൈസ എന്തെങ്കിലും? ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം? എന്തായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു മലയാളിയാണല്ലോ. ഒരു മലയാളിയുടെ സ്നേഹം എന്നോട് കാണിക്കാം. ഈ പുള്ളിയുടെ എന്റെ പേഴ്സും പൈസയും തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കൂടെ കൊടുത്ത് അതെവിടെ കൊണ്ട് കളഞ്ഞിട്ട് നിൽക്കുക. നമുക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കൂലും ഇല്ല. ഇവ കാണാൻ വിശക്കുകയും ചെയ്യുന്നു. അയ്യോ, ഇവിടെ വന്നു കഴിഞ്ഞാലേ തിരിച്ചു പോകാൻ വണ്ടിക്കൂലിയും വിശപ്പിനൊന്നും ഒരു പ്രശ്നമേ അല്ല. കാശ് ഉണ്ടാക്കണമെങ്കിൽ 2 ദിവസം മതി. 2 ദിവസം ഇതങ്ങോട്ട് തോളി തൂക്കണം. 2 ദിവസം എന്റെ കൂടെ നടാ. നിനക്ക് തിരിച്ചു പോകാനുള്ള പൈസ, ആഹാരം കഴിക്കാനുള്ള പൈസയും കിട്ടും. ഇയാളെ കളിയാക്കിയതാണോ? ഇവിടെ ഒരു കാര്യം, ഒരു സഹായം ചോദിച്ചപ്പോ ഇയാളെ കളിയാക്കുമെന്ന് വേണം. ഞാൻ കുടുംബത്തിൽ പറഞ്ഞ ഒരു മനുഷ്യനാണ്. ഞാൻ പിന്നെ ആശുപത്രിയിലാണ്. 1200 രൂപ ശമ്പളം മേടിക്കുന്ന മനുഷ്യൻ കേരളത്തിൽ കേട്ടോ. വളരെ കാര്യം ഒന്നും പറയണ്ട. परदेसी परदेसी जाना नहीं मुझे छोड़ के परदेसी परदेसी जाना नहीं मुझे छोड़ के വീട്ടിൽ പോണ്ടി ഇന്ന് പാടി അങ്ങോട്ട്